ഇതാ പോകുന്ന എൻ്റെ മോനെ റെഡി ടൈമിനോട്ടോ നമ്മൾ വീഡിയോ എടുത്തേ സാധനം പോകുന്നുണ്ടോ? ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട ജീപ്പിൻ്റെ പുറത്തുനിന്ന് കാണുന്നൊരു വ്യൂ. എൻ്റെ മോനെ മീറ്റർ മൊത്തം പുല്ലിട്ടിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊന്ന് വരുന്നുണ്ട്. കൺട്രോളിങ് സിസ്റ്റം മൊത്തം ഇവിടെ ഉണ്ട്. അതിൽ AC കാര്യങ്ങളൊക്കെ ടച്ച് ആട്ടോ. സീസേ അബുക്ക ഹുക്കും തുറന്നിട്ടോ, നമ്മൾ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കുമോ? ഇതുമായിട്ട് ഇതാണ് ഈ മെഷീൻ വരുന്നത് കേട്ടോ. നമ്മൾ പൈസ അടയ്ക്കാനുള്ള ഈ കാർഡ് വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യും. ഞാൻ പറയേണ്ടത് അതവിടെ സാധനം കേട്ടോ. കീ ഇവിടെ വെച്ചിട്ടാണ് പോയത്. ഈ ടയറിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. അയ്യോ, വെൽക്കം സെൻസർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായ് ടെർമിനൽ 1-ലാണ് കേട്ടോ. ദുബായ് എയർപോർട്ട് ടെർമിനൽ 1-ലാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി നമുക്ക് റിസീവ് ആക്കാണ്ട് എങ്ങനെയാണ് കസ്റ്റമർ അടുത്തുനിന്ന് നമ്മൾ ഒരു വണ്ടി റിസീവ് ആക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഒരു മെർസഡീസിൻ്റെ ഒരു വണ്ടി ഉണ്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കീ എവിടെയാണ് വെച്ചത്, കാര്യങ്ങൾ, വണ്ടി എടുക്കുന്നത്, വണ്ടി എടുത്തു കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഇവിടുന്ന് പുറത്തിറക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. ഇതാണ് കേട്ടോ ദുബായ് ടെർമിനൽ 1-ലെ ഡിപ്പാർച്ചറാണ്. കസ്റ്റമർ വണ്ടി പോയത് കാരണം അവർ ഡിപ്പാർച്ചറിൽ വെച്ചിട്ടാണ് പോയത്. വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് B3 എന്നാണ് പാർക്കിങ്ങിൻ്റെ അഡ്രസ്സ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ അതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ A2 ആണ്. ഇവിടെയൊക്കെ പാർക്കിംഗ് ആണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ എവിടെയോ ആണ് നിർത്തിയത്. അപ്പോൾ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഇവിടുന്ന് നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്രിഡ്ജ് വഴി പോയി കഴിഞ്ഞാൽ അവിടെ ലാസ്റ്റിൽ ആണ് B3 എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പോവാണ്, അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. ഇതാണ് ഇവിടെ ടെർമിനൽ 1 ആണ് കേട്ടോ. അത് ഇവിടെ കുറേ ആളുകൾ നിൽപ്പുണ്ട്, വന്നിട്ടുണ്ട്, പോലീസുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പാർക്കിങ്ങിലേക്കുള്ള ഈ ഒരു ബ്രിഡ്ജിൻ്റെ വഴിയാണ്. തുറക്കുക സീസേ അബുക്ക ഹുക്കും തുറന്നിട്ടോ, നമ്മൾ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കുമോ? അപ്പം അങ്ങനെ നമുക്ക് പോയി ഇത് ക്രോസ് ചെയ്താൽ മതി. ഫാസ്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഇത് വഴി അങ്ങോട്ട് പോവാം. നല്ല നല്ല അടിപൊളി കാറുകളുണ്ട് കേട്ടോ. താഴെയൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ എയർപോർട്ട് അതാ അവിടെയാണുള്ളത്. എയർപോർട്ടിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് വരുന്നത്. റോഡ് ക്രോസ് ചെയ്തിട്ട് ഈ ബ്രിഡ്ജ് ഇങ്ങനെ വന്നു ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. B3-ലാണ്. അപ്പോൾ എന്താണ് 62 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വണ്ടീൻ്റെ നമ്പർ മറന്നുപോയി, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ഓർത്തുണ്ട്. വണ്ടി അവിടെയാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത്. ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടി എടുപ്പുള്ളതാണ്ടോ. ഇതാണ് നമ്മളെ വണ്ടി. ഈ മെർസഡീസിൻ്റെ C300 ആണ് കേട്ടോ. 68362. ഓക്കെ, ഇതാണ്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ചാവി എവിടെയാണെന്നുള്ളത് കണ്ടെടുത്തണം, കീ എവിടെയാണെന്നുള്ളത്. ചില കസ്റ്റമർ ടയറിൻ്റെ ഈ ഒരു ഭാഗത്താണ് വെക്കുക. അപ്പോൾ ഇവിടെ ഇല്ല. അടുത്തത് ഇതിലുമില്ല. ക്ലൂസ് വണ്ടി കേട്ടോ, പിന്നെ പറയാനില്ലല്ലോ അല്ലേ. വെച്ചിട്ട് ഇപ്പം ഞാൻ പറയണ്ടല്ലോ, അതവിടെ സാധനം കേട്ടോ. കീ ഇവിടെ വെച്ചിട്ടാണ് പോയത്. ഈ ടയറിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. അയ്യോ, അപ്പോൾ എന്തായാലും വണ്ടിയിൽ കയറാം. ഇതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇനി വണ്ടിക്ക് വല്ല സ്ക്രാച്ചും കാര്യവും ഉണ്ടോയെന്നൊക്കെ നോക്കണം എടുക്കുന്ന സമയത്തെ. ചില കസ്റ്റമർ ഇത് സ്ക്രാച്ചൊക്കെ ഉണ്ടാവും. ബ്യൂട്ടിഫുൾ അല്ലേ, സെറ്റപ്പ് വണ്ടി കേട്ടോ. അത് ഡബിൾ സീറ്റ് വരുന്ന, മുന്നിലും ഫ്രണ്ടിലും ബാക്കിലും സീറ്റ് വരുന്നത്, അതില്ലാത്ത കൺവേർട്ടബിൾ നമ്മളെ കൈമലുണ്ട് കേട്ടോ. അപ്പോൾ കസ്റ്റമർ വണ്ടി പാർക്കിങ്ങിൽ വെച്ച് പോകുന്ന സമയത്ത് അവർ ഈ ഒരു ഇതിവിടെ വിടും. അപ്പം വെച്ചിരിക്കുന്നത് 10:45-നാണ്. അപ്പോൾ ഇതായിട്ട് പോയിട്ട് നമുക്കിനി ഈ വണ്ടിൻ്റെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം ഈ ഒരു വണ്ടിയായിട്ട്, ഈ ഒരു കാർഡായിട്ട് നമുക്ക് ഈ ഒരു പേപ്പറായിട്ട് പോയിട്ട് ഇതിൻ്റെ പൈസ അടയ്ക്കണം. എത്ര എന്നുള്ളത് നോക്കണം. നല്ലൊരു പൈസ ആയിട്ടുണ്ടാവും. എന്തായാലും ഒരു 1000 റുപ്യൻ്റെ മേലോട്ടേക്ക് വരും. അപ്പോൾ നമുക്ക് എന്തായാലും അടിക്കാം. നാട്ടിലെ ഈ വണ്ടിക്ക് വന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിക്കിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഡിക്കിയിൽ നോക്കും. നമ്മൾ സ്പെയർ ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഡിക്കി ചെയ്ത് അവിടെ സ്വിച്ച് ഇട്ടു, ഓപ്പൺ ചെയ്തു. ആ ഒരു സമയത്ത് കാണുന്നത് ഇങ്ങനെയാണ്. ഇത് പോന്നിട്ടുണ്ട്, പൊട്ടിപ്പോന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ കേബിൾ ക്ലിപ്പ് മാത്രമേ ഇതിൻ്റെ കൂടെ ഉള്ളൂ. അപ്പോൾ അത് കസ്റ്റമർ അടുത്തുനിന്ന് അതിൻ്റെ ഫിക്സിങ് ചാർജ് എത്ര ആണോ അത് എന്തായാലും കമ്പനി മേടിക്കും.
സംഭവം സിമ്പിൾ കേസാണ്. അതിൻ്റെ മേലെല്ലാം ഉറപ്പിച്ച് വെക്കാനുള്ളൂ. പക്ഷേ നമുക്ക് അതിനുള്ള നിർവാഹമില്ല. അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി കൊടുക്കുക. അതിന് ഇനിയിപ്പോൾ വേറെ മേജറായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടിയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പേരിലാവും അതിൻ്റെ ഒരു പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ലത് നമ്മൾ അങ്ങനെ തന്നെ അത് കാണിക്കുന്നതാണ്. ഇതിൻ്റെ ഫോട്ടോസ്, വീഡിയോസുകൾ, കാര്യങ്ങൾ, ഇതിന് സ്ക്രാച്ച് ഉണ്ടോ, കൊടുത്തതിൽ വ്യത്യാസമുണ്ടോ, അങ്ങനെയാണല്ലോ കൊടുത്തു കഴിഞ്ഞ് തിരിച്ചെടുക്കുന്ന സമയത്ത് ക്ലീൻ ആണോ വണ്ടി എന്നുള്ളതൊക്കെ നോക്കിയിട്ട് കൊടുക്കലാണ് പരിപാടി. നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കയറി വണ്ടീൻ്റെ കുറച്ച് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളും കുറച്ച് റോഡിലെ കാഴ്ചകളും വണ്ടീൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ എന്നിട്ട് നമുക്ക് തുടർന്ന് കാണാം. ഞാൻ ഈ പരിപാടികളൊക്കെ എന്തായാലും ഒന്ന് തീർത്താട്ടെ. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി കയറിയിട്ടുണ്ട്. ക്യാമറ ഇങ്ങനത്തെ ആയത് കാരണം വണ്ടീൻ്റെ ഫുള്ള് നമുക്ക് 360 അങ്ങോട്ട് കിട്ടില്ല. നമ്മളെ മൊബൈലിലാണല്ലോ എടുക്കുന്നത്, അത്ര പോരാ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കും. ഇപ്പോൾ എത്ര കിലോമീറ്ററിലാണ് അവർ തിരിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ എടുക്കും. അപ്പോൾ സ്റ്റിയറിങ് ഒക്കെ എങ്ങനെയാണ് കേട്ടോ വരുന്നതിൻ്റെ, നല്ല സ്മൂത്താണ്. കാര്യങ്ങൾ മൊത്തം ഡിജിറ്റലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊന്ന് വരുന്നുണ്ട് കൺട്രോളിങ് സിസ്റ്റം മൊത്തം ഇവിടെ ഉണ്ട്. അതിൽ AC കാര്യങ്ങളൊക്കെ ടച്ചാട്ടോ വരുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ടച്ചാണ് വരുന്നത്. റേഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. വണ്ടീൻ്റെ കാര്യങ്ങൾ ഇതിപ്പോൾ കസ്റ്റമർ, ഞാൻ ഇതിലധികം കളിക്കാത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഈ ലാംഗ്വേജ് റഷ്യൻ ലാംഗ്വേജാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം ഇംഗ്ലീഷ് തന്നെ മര്യാദയ്ക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ റഷ്യൻ ലാംഗ്വേജിൽ നമ്മൾ കളിക്കാൻ നിൽക്കണ്ട, അത് കുളമായി കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ പൈസ ചിലവാണ് നമുക്കല്ല, കമ്പനിക്ക്. അപ്പോൾ വണ്ടിക്ക് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞ വണ്ടിയിൽ മുമ്പേ കാണിച്ച വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ പ്ലസും മൈനസും വരുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട്. ഇത് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിങ്ങിന് കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സംഭവം ഓട്ടോമാറ്റിക് ആണെങ്കിലും. അതേപോലെ ഇതിൻ്റെ ഗിയർ വരുന്നത് ഇത് അവിടെയാണ്. ഇത് നമുക്ക് പണ്ടത്തെ പത്മിനില്ലേ, ഫിയറ്റിലൊക്കെ വരുന്ന മാതിരി ജസ്റ്റ് മേലോട്ട് തട്ടിയാൽ ഇവിടെ കാണാം നമുക്ക് റിവേഴ്സിലേക്ക് പോയി. അത് ന്യൂട്രൽ ആക്കണമെങ്കിൽ നേരെ ഡ്രൈവ് 1 പോയി ഒന്നുകൂടി തട്ടിക്കഴിഞ്ഞാൽ പിന്നാണ് ഇവിടുത്തെ പണി നമുക്ക് വരുന്നത്. വണ്ടി ഇത് ജസ്റ്റ് നമുക്ക് പ്ലസ് ഇട്ട് കൊടുത്താൽ ഇവിടെ ഉണ്ട് M1 അങ്ങനെ മാറി വരും അത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അതേപോലെ സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഓടും. അപ്പോൾ പാർക്കിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ. ഇനി സീറ്റിൻ്റെത് ഇവിടെ ഈ ഒരു പോർഷൻ കാണുന്നത് നമ്മളെ ഈ ഒരു സംഭവം അതവിടെ നമുക്ക് നീക്കുമ്പോൾ മനസ്സിലാവും. ഇത് താഴോട്ട് പോകുന്നുണ്ട്. താഴോട്ടും മേലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. നമുക്ക് തലക്കനുസരിച്ചിട്ട് സംഭവം സെറ്റ് ചെയ്യും. ഫുൾ ഓട്ടോമാറ്റിക്കാണ് സീറ്റൊക്കെ. അതേപോലെ ഈ ഒരു ഭാഗം നമുക്ക് ഈ സംഭവം സീറ്റിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ബാക്കോട്ടേക്ക് ആക്കാനും ഫ്രണ്ടിലോട്ട് നീക്കാനും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് വരുന്നത് നമുക്കറിയാലോ. ഈ കണ്ട സീറ്റിൻ്റെ മോഡൽ തന്നെയാണല്ലോ ഇതുള്ളത്. ഈ ഒരു ഭാഗം വരുന്നത് നമുക്ക് ഇവിടെ നമ്മളെ സീറ്റിംഗ് പൊന്തിക്കാനും കാര്യത്തിനും വേണ്ടിയിട്ട് ഇതിപ്പം ജസ്റ്റ് ഒന്നതാ വണ്ടി സീറ്റ് നമ്മൾ നീക്കുന്നതിനനുസരിച്ച് പോകുന്നുണ്ട്. ബാക്കോട്ടുണ്ടോ, സീറ്റ് ബാക്കിലോട്ട് പോകുന്നുണ്ട് കേട്ടോ, ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് അതേമാതിരി ഉയരം കൂട്ടണമെങ്കിൽ ഇത് അടിയിൽ നിന്ന് ഇതിവിടെ ഒന്ന് പൊന്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൊന്തുന്നുണ്ട്, താവുന്നുണ്ട്. അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റാണ്. അതേപോലെ നമുക്ക് വണ്ടിക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ട്. അതായത് കണ്ടോ, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 കഴിയുകയാണെങ്കിൽ 2 3 എന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഊരക്കൊക്കെ വേദനൻ്റെ മാതിരത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നല്ലോണം ഹീറ്റാവും. നമുക്ക് ഈ ഊരൻ്റെ അവിടെയും അതേപോലെ നമ്മളെ സീറ്റിങ് ഒക്കെ നന്നായിട്ട് ചൂടായിട്ട് വരും. ഇത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ചൂട് നോക്കിയിട്ട് സെറ്റാക്കാൻ പറ്റും. പിന്നെ വരുന്നുണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ ആവുന്നുണ്ട്. ഇത് കസ്റ്റമർ ഇട്ടേച്ച് പോയതാണ് കേട്ടോ, അങ്ങനെ വരും. പിന്നെ ഇവിടെ ഒന്ന് വരുന്നുണ്ട്, ഇതാ ജസ്റ്റ് ക്ലോസ് ആവുന്നു. അതും ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം തന്നെ, ജസ്റ്റ് ക്ലിപ്പാണ്. വണ്ടീൻ്റെ കീ വരുന്നത് ഈ ഒരു ടൈപ്പിലാട്ടോ. നമ്മളെല്ലാ വണ്ടീൻ്റെ മേലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഏത് വണ്ടിയാണോ ആ വണ്ടീൻ്റെ ഇത് വന്നിട്ടുണ്ടോ. അതിപ്പോൾ മെർസിഡീസ് C300 വരുന്നുണ്ട്, അതിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ടാവും. കാരണം ഒരുപാട് വണ്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ AC-ൻ്റെ സിസ്റ്റം വരുന്നതെന്ന് പറയുമ്പോൾ ഇതേമാതിരി തന്നെ അധികം മെർസിഡീസിൻ്റെ അതേപോലെ BMൻ്റെയും ഒക്കെ വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ ആയിട്ട് വരും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കമേറിൻ്റെതും ഒക്കെ ആയിട്ടൊരു ടച്ച് ഉണ്ട് ഇത്. അപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അതേപോലെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് എടുക്കുകയാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് അതേപോലെ തന്നെ താഴോട്ട് മേലോട്ട് സ്ട്രെയിറ്റ് റൗണ്ട് ഒക്കെ പിന്നെ അറിയുന്നതാണല്ലോ. പിന്നെ മേലെ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ കണ്ടോ ഒരു ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഏത് സൈഡാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ നൈറ്റ് നല്ല രസമാണ് കാണാൻ. വണ്ടി രാത്രി ആയി കഴിഞ്ഞാൽ അതിങ്ങനെ കളർ ചേഞ്ചിങ് ഉണ്ട്. പല മോഡായിട്ട് ഇങ്ങനെ കളർ ചേഞ്ച് ആയിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കും. റൂഫ് വരുന്നത് ഇവിടെ നമുക്ക് ഈ റൂഫ് തുറക്കാൻ പറ്റും കേട്ടോ. ഈ മേലോട്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇവിടെ
ഇത് കൊടുത്തു കഴിഞ്ഞാൽ റൂഫ് തുറക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ ഉള്ളിൽ എത്തണം അവിടെ. ഇപ്പം ഒന്നാമത് റോഡ് ബ്ലോക്ക് ആയത് കാരണം, പിന്നെ സ്പീക്കർ വരുന്നുണ്ട്. സ്പീക്കറൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കേട്ടോ, അടിപൊളി സിസ്റ്റമാണ് വരുന്നത്. നല്ല സൗണ്ടാണ് ഇതിൻ്റെ, സിസ്റ്റത്തിനൊക്കെ നല്ല അടിപൊളി സൗണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ ഞാൻ തൽക്കാലം വേറൊരു സംഭവം കാണിച്ചു കേട്ടോ. ഇത് നമ്മൾ റിവേഴ്സിലോട്ട് ഇടുന്ന സമയത്ത് ഇതവിടെ ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ജസ്റ്റ് ഇതാ ആ ഒരു തൂണിൻ്റെ ഇതുവരെ ഇവിടെ കാണിക്കുന്നുണ്ട്. 360 ഡിഗ്രിയിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. വണ്ടി എങ്ങനെ പോകുന്നത് കണ്ടോ, ബാക്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട്, വാണിംഗ് കാണിക്കുന്നുണ്ട്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണാം. വണ്ടി കൂളായിട്ട് ഓടിച്ചു പോവാം. അതാണ് ഇതിൻ്റെ മെയിൻ ഇത്. വണ്ടീൻ്റെ 360 ഡിഗ്രി വെച്ചിട്ട് വരെ നമുക്ക് വണ്ടി ഓടിച്ചു പോവാം. ഇത് നമ്മൾ എസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഞാൻ പൈസ അടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഈ വണ്ടീൻ്റെ പുറത്ത് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ക്യാമറ കാണാം, ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഗ്ലാസിൻ്റെ താഴെ ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നെ വന്ന് അങ്ങനെ വരുമ്പോൾ ബാക്കിൽ ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? റിവേഴ്സ് ക്യാമറ. അത് റിവേഴ്സിൻ്റെ ക്യാമറ ഇവിടുന്ന് താവുക കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് സാധനം ഉള്ളത്. നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് താന്ന് വന്നിട്ട് അവിടെ ക്യാമറ ഔട്ടാവുന്നതാണ്. അവിടെ ഒരു ക്യാമറ ഉണ്ട്. പിന്നെ വന്നിട്ട് അതേപോലെ തന്നെ ഈ സൈഡിൽ ഒരു ക്യാമറ വരുന്നുണ്ട്. ഇതെല്ലാം കൂടിയും അവിടെ ഒരു ക്യാമറ വരുന്നത്. ഇതെല്ലാം കൂടിയും കൂടുമ്പോഴാണ് നമുക്ക് 360 അവർ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വിശേഷം. ഇതുമായിട്ട് ഇതാണ് ഈ മെഷീൻ വരുന്നത് കേട്ടോ. നമ്മൾ പൈസ അടയ്ക്കാനുള്ള ഈ കാർഡ് വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നു, ഇംഗ്ലീഷ്. സ്കാൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് കൊടുക്കുക, മതിയാവും. അപ്പോൾ ഇവിടെ കാണിക്കും എത്ര പൈസ ആണ് വരുന്നത് എന്നുള്ളത് കാണിക്കും. എന്താണ് മോനെ, സ്കാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പൈസ കാണിക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ വന്നിരിക്കുന്നത് നമുക്ക് 30 ദിറമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 50 ദിറംസ് കൊടുത്തു നോക്കാം. 50 ദിറംസ് സെഷൻ ടൈം ഔട്ടായി പോയിട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് 50 ദിറംസാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ക്യാഷാണോ ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമ്മൾ ക്യാഷ് നോക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈസ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നമ്മളിവിടെ പൈസ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോറി, സ്ഥലം മാറിയിട്ടുണ്ട്. ഇവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ പൈസ അത് അങ്ങോട്ട് മുനിങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ബാലൻസ് ഇവിടെ വരും. എത്രയാണ് ഇവിടെ റെസിപ്റ്റ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. യെസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി 20 ദിറംസ് ഇതാ വന്നിട്ടുണ്ട് 50-ൽ. ഇനി റെസിപ്റ്റ് വേണമെന്ന് ചോദിക്കുന്നു. വീണ്ടും യെസ് കൊടുത്തു. അപ്പോൾ റെസിപ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇപ്പം റെസിപ്റ്റ് ഉണ്ടാവുമോ? അപ്പം റെസിപ്റ്റ് കിട്ടിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ. എന്തായാലും നമ്മളെ പൈസ ബാലൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ഫോട്ടോ എടുത്തില്ല. ആ ഒരു വീഡിയോയിലുണ്ടാവും. വീഡിയോ നമുക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കമ്പനിക്ക് കൊടുക്കേണ്ട കേസാണ്. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടതാണ് കേട്ടോ. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് ഔട്ടായി പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൻ്റെ ഫൈൻ വരുന്നതായിരിക്കും. പോയിക്കൊണ്ട് നിൽക്കുന്ന ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ ഫ്ലൈറ്റൊക്കെ അവിടെ കണ്ടില്ലേ? എയർപോർട്ടിൻ്റെ സൈഡിലൂടെ തന്നെ ആ റോഡ് വരുന്നത്. ഇതൊക്കെ റൺവേ ആണ് കേട്ടോ. അവിടെ കണ്ടുകൊണ്ടിരിക്കണേ അവിടെ ഫ്ലൈറ്റൊക്കെ കണ്ടില്ലേ? ഇതാ പോകുന്ന എൻ്റെ മോനെ റെഡി ടൈമിനാട്ടോ നമ്മൾ വീഡിയോ എടുത്തേ. സാധനം പോകുന്നുണ്ടോ? ഇറങ്ങുക കേട്ടോ. അത് ഇറങ്ങി എല്ലാം ഉണ്ടാവുക നല്ല സമയത്താണ് കിട്ടി. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ ബെൻസുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി സൈഡാക്കി ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ? ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഡിക്കിൻ്റെ ഒരു പ്രശ്നം കാണിച്ചില്ലേ, ആ ഒരു ഇതും. അതേപോലെ തന്നെ ഇവിടെ മഡ്ഗാർഡ് ഇപ്പോൾ മഴ ആയത് കാരണം വെള്ളത്തിലൂടെ സ്പീഡിൽ പോയിട്ടെങ്ങാനും മഡ്ഗാർഡിന് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയാം, കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും ആ ഒരു പൈസ. കസ്റ്റമർ സംഭവം റഷ്യയിലെത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവരെ ഡെപ്പോസിറ്റ് പൈസ ഉണ്ടാവും നമ്മളെ കൈമേൽ. അപ്പോൾ അതിന് അത് നോക്കിയിട്ട് കൊടുക്കും. റോഡിലാണ് ഫൈൻ വരും. അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ. മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ ഗൈസ്. അധികം കളിച്ചൂടാ.
110 റോഡാട്ടോ. ഓക്കെ, 110 റോഡ്. അപ്പോൾ നമുക്ക് 130 വരെ പോവാം. പക്ഷേ റോഡിൽ കുറേ വണ്ടികളൊക്കെ ഉള്ളത് കാരണം അധികം സ്പീഡ് പറ്റില്ല. അത് 1, 2, 3, 4, 5, 6, 7 വരെ ആട്ടോ. 7 വരെ ഇപ്പോൾ അതാണ് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറകൾ അധികം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊന്നും അധികം അങ്ങനെ വീഡിയോ എടുത്തുകൂടാ. കണ്ടു കഴിഞ്ഞാൽ 1000 ദിറംസ് ഫൈൻ. 1000 ദിറംസ് എന്ന് പറയുമ്പം ഒരു 22,000-23,000 റുപ്യ അങ്ങോട്ട് പോയി കിട്ടും. ഒരൊറ്റ തെറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഒരു വണ്ടി കണ്ടില്ല, അത് പോകുന്നത് പൊട്ടിയത് ഗ്ലാസ് ബാക്കിൽ മഴ കാരണം. മഴ എവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടോ എന്തോ വന്ന് തട്ടിയിട്ടോ പോയതാ. ഈ വണ്ടിക്ക് ഒരു ബട്ടൺ വരുന്നുണ്ട് ക്യാമറൻ്റെ. അത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം, ഫുള്ളായിട്ട് കാണാം കേട്ടോ. റോഡ് ഒക്കെ 360 ആയിട്ട് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഒരു മീഡിയം സ്പീഡിൽ പോകുന്നവരെ അതിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആക്സിഡൻറ്റിൽ നിന്നൊക്കെ വണ്ടി തട്ടുന്ന പറയുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നല്ലൊരു വഴി കേട്ടോ. നല്ല സുഖമായിട്ട് കാണുന്നുണ്ട്. ഇത് നോക്കി ഓടിക്കാം. കുറച്ചൊന്ന് സ്പീഡ് കൂടുന്ന സമയത്ത് അത് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ കൂട്ട് നല്ല യമണ്ടൻ 2 ലോറികൾ നമ്മളെ തടസ്സപ്പെടുത്തി നിൽക്കുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഇത് നോക്കട്ടോ. നമ്മൾ മൈനസ് നിൽക്കുമ്പോൾ ഇവിടെ കണ്ടോ മാറി മാറി വരുന്നുണ്ട്. ആ സ്പീഡ് ഒരു ഹമ്പുണ്ട്, കാണിച്ചുതരാം. ഇത് ഒരു കാലി റോഡ്, അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു മെയിൻ റോഡുമ്പോൾ നമുക്ക് പറ്റില്ല കേട്ടോ. 2-വീലറല്ലേ, അതിപ്പോൾ വണ്ടിക്ക് ആ റേസ് കിട്ടുന്നുണ്ട്. നല്ല ശരിക്ക് വണ്ടി നമുക്ക് നല്ലോണം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതേപോലെ മോനെ നമ്മളെ കൈമ്പിൽ ഒരു ജീപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ, ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം. ഇത് അടുത്ത പ്രാവശ്യം കൈമ്പിൽ വരുമ്പോൾ ഇപ്പോൾ ജസ്റ്റ് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. എന്താ മോനെ ഇതിൻ്റെ സെറ്റപ്പ്. വെയിലുണ്ട്, നന്നായിട്ട് വെയിലുള്ളതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും നമുക്കിപ്പോൾ പറയാനോ എടുക്കാനുള്ളൊരു സമയവും ഇല്ല. ഇതിൻ്റെ കണ്ടോ, ഇത് 4x4 ആണ്. ചെറിയൊരു കാഴ്ച കാണിച്ചുതരാം ഞാൻ. ഇതിൻ്റെ കീ വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. ജീപ്പിൻ്റെ വ്രാംഗ്ലറിൻ്റെ സെറ്റപ്പ് സാധനം കേട്ടോ. അത് എന്താ മോനെ സുഖം എന്നറിയോ. നമുക്ക് ഡെസേർട്ട് ഡ്രൈവിങ്ങിനൊക്കെ അടിപൊളി സാധനമാണ്. സെറ്റ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നില്ല അല്ലേ. ഈ ഒരു ക്യാമറൻ്റെ പ്രശ്നമാണേ. നമുക്ക് സെറ്റാക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചിട്ട് ഒന്ന് വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഇൻകമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ട്. അപ്പോൾ ഒന്ന് സെറ്റായി കിട്ടുമ്പോൾ നമുക്ക് ഒന്ന് ഉഷാറാക്കാം നമുക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണം. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ട ജീപ്പിൻ്റെ പുറത്തുനിന്ന് കാണുന്നൊരു വ്യൂ. എൻ്റെ മോനെ പുലിക്കുട്ടിയാണിത്. അപ്പോൾ ആ മാത്രമല്ല, പാർക്ക് ചെയ്താളെ സമ്മതിക്കണം. അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കൂളായിട്ട് കയറ്റിയിട്ട് ഞാനാ മോനെ ഇതാ പോകുന്നത് നമ്മളൊരു വണ്ടി കേട്ടോ. അത് നമ്മൾ എന്നാളെ എയർപോർട്ടിൽ നിന്ന് എടുത്ത അബ്ദുറഹ്മാൻ ഭായിയാ. അബ്ദുറഹ്മാൻ ഭായ് ഗുഡ്. ഒരു ഓടിയുണ്ട്, നമ്മളെ മേഡത്തിൻ്റെ വണ്ടിയാണ്, അതും കൊണ്ടുപോവാ.